ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ബിപിൻ അബ്ദുൽ ഖാദർ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, പ്രശാന്തി ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. നമ്മൾ ആദ്യമേ വൈറ്റമിൻ ഡി എന്താണെന്ന് നമ്മൾ അറിയണം. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ, അതായത് കൊഴുപ്പ് അടങ്ങിയ ഒരു ടൈപ്പ് വൈറ്റമിൻ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ വളരെ അധികം വേണ്ടപ്പെട്ട ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ ഡി. കാരണം ഈ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ എല്ലുകൾക്ക് ബലം കൊടുക്കുന്നത്, അതുപോലെ പേശികൾക്കും മാംസത്തിനൊക്കെ ബലം കൊടുക്കുന്നതും നമ്മുടെ നാഡീഞരമ്പുകളുടെയൊക്കെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് നമുക്കിത് കൂടുതൽ ലഭിക്കുന്നത് ഇച്ചിരി ഫാറ്റ് ഉള്ള ഫുഡുകളിൽ നിന്നാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൂര്യന്റെ രശ്മിയിൽ നിന്ന്, അതായത് സൺ എക്സ്പോഷർ, ഇത് കൂടുതലും കുറവായി കാണുന്നത് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്. ഡാർക്ക് സ്കിൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഇരുണ്ട നിറം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിന്റെ കുറവ് കാരണമാണ് ഇത് കുറവായിട്ട് അവരിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ വെജിറ്റേറിയൻ ഫുഡ്, അതായത് കൂടുതലും വെജിറ്റേറിയൻ വെജിറ്റബിൾസ് അങ്ങനെയുള്ള കഴിക്കുന്ന വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറയുന്ന ഒരു വൈറ്റമിൻ വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത്. കാരണം ഇതൊരു ആനിമൽ ബേസ്ഡ് വൈറ്റമിൻ ആണ്. കൂടുതൽ ഇത് നമ്മുടെ ഈ ആഹാരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ, പിന്നെ നമ്മുടെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ, സീരിയൽസ്, അതായത് നമ്മുടെ കോൺഫ്ലേക്സ് പോലുള്ളത്, പിന്നെ നമ്മുടെ മീനുകൾ, അതായത് സാധാരണ കഴിക്കുന്ന നമ്മുടെ മത്തി, അയില അങ്ങനെയുള്ള മീനുകൾ, പിന്നെ ചൂര മീൻ, അതിൻ്റെ അകത്തൊക്കെ ആണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇതുണ്ട്. അത് യൂഷ്വലി കാണുന്ന ഓറഞ്ചിൻ്റെ അകത്താണ്. പക്ഷെ ഓറഞ്ചിൻ്റെ അകത്ത് ഈ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിൻ്റെ അകത്ത് മുട്ടയ്ക്കകത്തുള്ള അത്രയൊന്നും കണ്ടന്റ് കാണത്തില്ല. അതിന്റെ ഗ്രാംസ് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഈ ഓറഞ്ചിൻ്റെ അകത്ത്. ഇത് കൂടുതലും പക്ഷെ കാണുന്നത് ഈ പറഞ്ഞ നോൺ വെജ് ഫുഡിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഇത് കൂടുതലും നമുക്ക് വെജിറ്റേറിയൻസിൻ്റെ അകത്ത് ഈ ഒരു വൈറ്റമിൻസിന്റെ കുറവ് കാണപ്പെടുന്നത്. ഇത് കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് സിംറ്റംസ് എന്ന് പറയുമ്പോൾ, മിക്ക പേഷ്യൻസിനും മുടി കൊഴിച്ചിൽ, ക്ഷീണം, ജോയിന്റ്സ് വേദന, മസിൽസിന് വേദന, കൈകാൽ വേദന, മുട്ടുവേദന, അതായത് നമ്മുടെ ശരീരം മൊത്തം വേദനയായിരിക്കും. മസിലേക്ക് കാണും വയാൽച്ച, അതുപോലെ തന്നെ ജോയിന്റ്സിന് വേദന കാണും, ആർത്രാൾച്ച, മുടി കൊഴിച്ചിൽ ഭയങ്കര കാര്യമായിട്ട് കാണും. ഇതിലെല്ലാത്തിലും ഉപരി നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നത് മിക്കവർക്കും പെട്ടെന്ന് പനി വരുന്നുണ്ട്. അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻ മിക്കവർക്കും നമ്മളിത് കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ടും സഹായിക്കുന്നവർ. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രതിരോധ ശക്തി, നമ്മുടെ പ്രതിരോധ ശക്തിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമ്മളെല്ലാവരും ഇന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത് വളരെ കുറവാണ്. നമുക്ക് സൂര്യന്റെ രശ്മി രാവിലെ കിട്ടുന്നത് വളരെ കുറവാണ്. നമ്മളൊക്കെ മിക്കവരും ഇപ്പം ഓഫീസ് വർക്ക്, വീട്ടിലും ഒക്കെയാണ്. അപ്പം ആ ആവശ്യത്തിനുള്ള സൂര്യരശ്മി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിലൂടെയും നമുക്കിത് കിട്ടുന്നില്ല. ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പാലും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതൊരു ക്വാണ്ടിറ്റി നമുക്കിത് കിട്ടത്തില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകൾ വളരാനോ ബലം വയ്ക്കാനോ കുറവായിരിക്കും. അതിനൊരു ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയിൽ നിന്നാണ് കാൽസ്യം ഉൽപ്പാദിക്കുന്നത്. ഈ കാൽസ്യമാണ് നമുക്കറിയാവുന്ന പോലെ ഈ എല്ലുകൾക്ക് ബലം കിട്ടാനും പേശികൾക്കൊക്കെ ബലം കിട്ടാനും വളരാനും സഹായിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറവ് കാരണം ഈ പറയുന്ന പോലെ എല്ലിന് ബലം കാണത്തില്ല, എല്ല് പെട്ടെന്ന് ഒടിയാം, അതുപോലെ തന്നെ എല്ലിന് തേയ്മാനം വരാം, അതുപോലെ ഈ പറയുന്ന പോലെ മാംസത്തിനും തേയ്മാനം വരാം, നമ്മുടെ പേശികൾക്ക് തേയ്മാനം വരാം, നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ പെരുപ്പ് വരാം. അതുപോലെ തന്നെ ഈ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ വൈറൽ ഫീവർ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള പല രോഗങ്ങളും പെട്ടെന്ന് പിടിപെടാം. അതുകൊണ്ടും ഈ പറയുന്ന വൈറ്റമിൻ ഡി വളരെ വേണ്ടപ്പെട്ട ഒരു വൈറ്റമിനാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ മിക്കപ്പോഴും ഇവിടെ കാണുന്നത് പേഷ്യന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷീണം, അതുപോലെ മുടി കൊഴിച്ചിൽ, ഈ ജോയിന്റ്സ് പെയിന്, ഈ പറയുന്ന പോലെ മസിൽ പെയിൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. പെരുപ്പ്, കാലിന് കൈയിലേക്ക് പെരുപ്പായിട്ടും എപ്പോഴും ഈ വിട്ടുമാറാത്ത പനി, ചുമ, ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ എപ്പോഴും ഒരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ സപ്ലിമെന്റ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. ഒരു നോർമൽ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ 30 grams to 100 grams ആണ് നമ്മുടെ നോർമൽ ബോഡിയിൽ വേണ്ടത്. അതായത് ഒരു 30 മില്ലിഗ്രാം തൊട്ട് 100 മില്ലിഗ്രാം വരെ. അതായത് നമ്മൾ കണക്ക് നോക്കുമ്പം 4000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കണം. 4000 ഇന്റർനാഷണൽ യൂണിറ്റ്സ്. അങ്ങനെ എങ്കിലേ നമുക്കൊരു 30 മില്ലിഗ്രാം തൊട്ട് 100 മില്ലിഗ്രാം എങ്കിലും നമ്മുടെ ബോഡിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഗുളികയായിട്ട് കിട്ടും, അതുപോലെ ഇഞ്ചക്ഷൻസ് ആയിട്ട് കിട്ടും. ഇതിന്റെ മെഡിസിൻസ് ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നുണ്ട്, നമ്മുടെ കരളിൻ്റെ അകത്തും വൃക്കയ്ക്കകത്തും ഒക്കെ. പക്ഷെ അതിന്റെ ഉൽപ്പാദനം കുറയും. നമ്മൾ ഈ പറയുന്ന പോലെ വെളിയിൽ എന്നുള്ള സൂര്യരശ്മി നമുക്ക് കിട്ടാത്തുണ്ട്. കാരണം നമ്മുടെ കരളിനും അതുപോലെ വൃക്കയ്ക്കൊക്കെ ഇതിനെ ഉൽപ്പാദിക്കണമെങ്കിൽ സൂര്യരശ്മിയുടെ പ്രസൻസ് നമ്മുടെ സ്കിന്നിലോട്ട് വരണം, തൊലിയിലോട്ട്. അവിടെ നിന്ന് ഇതിനെ നന്നായിട്ട് ഉൽപ്പാദിച്ചാലേ നമ്മുടെ കരളിൻ്റെ അകത്തും വൃക്കയ്ക്കകത്തും തുടർന്നുള്ള ഇതിന്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഇത് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ മാംസത്തിനും എല്ലിനും അതുപോലെ തന്നെ നമ്മുടെ നാഡീഞരമ്പുകളുടെ നല്ലൊരു സ്ട്രെങ്ത്തിന് വേണ്ടി, നല്ലൊരു പവറിന് വേണ്ടിയാണ് ഈ പറയുന്ന വൈറ്റമിൻ നമുക്ക് വേണ്ടത്.